നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ ഇപ്പോൾ അതിന്റെ പോളിംഗ് ശതമാനത്തിന്റെ ഔദ്യോഗികമായ കണക്കുകൾ പുറത്തുവരികയാണ്. 75.27% ഈ നിലമ്പൂരിലെ ഇത്തവണത്തെ പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഔദ്യോഗിക കണക്കുകൾ പുറത്തു വന്നിരിക്കുന്നു. ആ കണക്കുകൾ അനുസരിച്ച് 75.27% പേരാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നിലമ്പൂരിനെ സംബന്ധിച്ച് വളരെ നല്ല ഒരു പോളിംഗ് ശതമാനമാണ് വന്നിരിക്കുന്നത് എന്ന് നമുക്ക് പറയാം. ആർ ശ്രീജിത്ത് വിവരങ്ങൾ നൽകാനുണ്ട്. ശ്രീജിത്ത്, ഇത് നിലമ്പൂരിലെ റെക്കോർഡ് പോളിംഗിനോട് അടുത്തെത്തി നിൽക്കുന്ന ഒരു ഫിഗറാണല്ലോ ഈ വന്നിരിക്കുന്നത്. ഔദ്യോഗിക കണക്കുകൾ പുറത്തു വരുമ്പോൾ ഈ ഇന്നലെ തന്നെ പോളിംഗ് നിരക്ക് കൂടിയതിൽ മുന്നണികളൊക്കെ തന്നെ അവരുടെ വിജയപ്രതീക്ഷയുമായി തട്ടിച്ചു വെച്ചാണ് അത് കാര്യങ്ങൾ അവതരിപ്പിച്ചിരുന്നത്. എന്താണ് ഇപ്പോൾ ഈ കണക്കിന്റെ വിവരങ്ങൾ? GK, നിലമ്പൂരിലെ റെക്കോർഡ് ഭൂരിപക്ഷമെന്ന് പറയാൻ കഴിയില്ല. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 76.6% പോളിംഗാണ് നിലമ്പൂരിൽ രേഖപ്പെടുത്തിയത്. എന്നാൽ ഉപതെരഞ്ഞെടുപ്പിലും ഏതാണ്ട് അതിനോട് അടുത്ത് വരുന്നൊരു പോളിംഗ് രേഖപ്പെടുത്തിയെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത. വാശിയേറിയ ഉപതെരഞ്ഞെടുപ്പിൽ എല്ലാ മുന്നണികളും പരമാവധി വോട്ടുകൾ പോൾ ചെയ്യാനുള്ള ശ്രമങ്ങൾ പ്രചാരണത്തിൻ്റെ ഘട്ടത്തിൽ തന്നെ നടത്തിയിരുന്നു. അതിന് ഫലം കണ്ടു എന്ന് വേണം മനസ്സിലാക്കാൻ. പ്രതികൂല കാലാവസ്ഥയും അവഗണിച്ചാണ് നിലമ്പൂരിലെ ജനങ്ങൾ തങ്ങളുടെ സമ്മതിദാന അവകാശം വിനിയോഗിച്ചത് എന്ന കാര്യവും വളരെ അഭിനന്ദനീയമായ കാര്യമാണ്. ഏറ്റവും ഒടുവിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിടുന്ന ഔദ്യോഗിക കണക്കുകൾ പ്രകാരം 75.27% പേർ നിലമ്പൂരിൽ വോട്ട് രേഖപ്പെടുത്തി. നിലമ്പൂരിലെ മൊത്തം വോട്ടർമാരുടെ എണ്ണം 2,32,000 അതിലേതാണ്ട് 75% ആളുകൾ വോട്ട് രേഖപ്പെടുത്തിയെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന കണക്കുകൾ. എന്തായാലും ഇനി പഞ്ചായത്ത് തിരിച്ചുള്ള കണക്കുകൾ കൂടി ലഭ്യമാകേണ്ടതുണ്ട്. എന്നാലും നേരത്തെ GK സൂചിപ്പിച്ച പോലെ നിലമ്പൂരിലെ ജനങ്ങൾ തങ്ങളുടെ മണ്ഡലത്തിലുണ്ടായ റെക്കോർഡ് പോളിംഗിനോട് അടുത്തുള്ള ഒരു പോളിംഗ് ഈ ഉപതെരഞ്ഞെടുപ്പിലും നടത്തിയിരിക്കുന്നു എന്നത് ശ്രദ്ധേയമാണ്. ശരി, ആർ ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. നിലമ്പൂരിലെ പോളിംഗിന്റെ ഔദ്യോഗിക കണക്കുകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ടിരിക്കുന്നു. 75.27%. അത് 2021 പോളിംഗ് ആയ 76.27 ചേർന്ന് നിൽക്കുന്നു. അതായത് നിലമ്പൂരിൽ വളരെ ശക്തമായ കനത്ത ഒരു പോളിംഗ് ഇത്തവണ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നതാണ് ഈ കണക്കുകൾ നമ്മളോട് പറയുന്നത്. ആർ ശ്രീജിത്ത് അതിന്റെ വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.